ഇപ്പോൾ CPIM നേതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, മൂന്നാം ദിവസവും അടിയന്തര പ്രമേയത്തിലൂടെ കേരളത്തിലെ പ്രതിപക്ഷം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടാൻ പോവുകയാണ്. വിലക്കയറ്റം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നു. വളരെ നിർണായകമായ ചരിത്രപരമായ ഇടപെടലാണ് ഇത്തവണ പൊതുവിപണിയിൽ സംസ്ഥാന സർക്കാർ ഓണക്കാലത്ത് നടത്തുകയും ചെയ്തത്. പിന്നെയും എന്തിനാണ് ഇത്തരത്തിലൊരു അടിയന്തര പ്രമേയം എന്നാണ് മന്ത്രി GR അനിൽ ചോദിച്ചത്. ഈ പ്രതിപക്ഷത്തിന് ഇത് എന്ത് പറ്റിയെന്ന് പൊതുജനവും ചോദിക്കുന്നു. ശ്രീ അനിൽകുമാർ, വിലക്കയറ്റം ഒരു രാജ്യത്തിനകത്ത് മാത്രമുള്ള പ്രതിഭാസമല്ല, രാജ്യാന്തര പ്രതിഭാസമാണ് എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ. ഇപ്പൊ നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയില് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യം ഇടിക്കുക, അങ്ങനെ രൂപയെന്ന് പറയുന്നത് സ്വതന്ത്ര വിനിമയ നാണയമാക്കുക എന്നത് നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ വരുന്നുമ്പ് തന്നെ മൻമോഹൻ സിംഗും അതുപോലെ തന്നെ നരസിംഹറാവും ഏറ്റെടുത്തിട്ടുള്ള നയത്തിന്റെ ഭാഗമായി 90-കളിൽ സംഭവിച്ചതാണ്. വിലക്കയറ്റം എന്ന് പറയുന്നത് ഒരു ആഗോള പ്രത്യാഘാതത്തിന്റെ ആഘാതം അപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന വിധം നയം മാറ്റിയത് കോൺഗ്രസ് ആണ്, BJP ആണ്. രണ്ടാമത് എണ്ണവില കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ വിലക്കയറ്റത്തെ പെട്ടെന്ന് ബാധിക്കാതിരിക്കാൻ നിശ്ചിത കാലത്തേക്ക് എണ്ണവിലയിൽ മാറ്റമുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഓയിൽ പൂൾ അക്കൗണ്ട് ഉണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ സർക്കാരും BJPയുടെ സർക്കാരും മത്സരിച്ച് ഓയിൽ പൂൾ അക്കൗണ്ട് ഇല്ലാതാക്കി. അതോടുകൂടി പെട്രോൾ വില കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് ഈ വിലമാറ്റം വരികയാണ്. ഇപ്പൊ തന്നെ കേന്ദ്ര സർക്കാർ GST ഘടനയിൽ മാറ്റം വരുത്തി. GST ഘടനയിൽ മാറ്റം വരുത്തിയപ്പോൾ നമ്മുടെ നാട്ടിലെ വിവിധ വ്യാപാരികള് അല്ലെങ്കിൽ വിവിധ ഉൽപാദകര് ഓരോ ഉൽപ്പന്നത്തിനും വിറ്റിരിക്കുന്ന വില, ആ വിലയുടെ അടിസ്ഥാനത്തിലാണ് GST കണക്കാക്കിയിരുന്നു. GSTയുടെ കുറവ് ഉൽപാദകര് ജനങ്ങൾക്ക് കൈമാറാൻ എത്ര കാലം തയ്യാറാവും? അവരാ പഴയ വില തിരിച്ചു കൊണ്ടുവരും. നിങ്ങൾക്ക് വില നിയന്ത്രിക്കാനാവില്ല. ഇനി ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസുകാർ കൊണ്ടുവന്നൊരു നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രിക് സപ്ലൈ ആക്ട്. ആ സപ്ലൈ ആക്ടിന്റെ ഭാഗമായിട്ട് എന്താണ്, ആ വൈദ്യുതിയുടെ വില എന്ന് പറയുന്നത് ലാഭാടിസ്ഥാനത്തിൽ കണക്കാക്കണം എന്നുള്ള തീരുമാനം കൊണ്ടുവന്നു. തീർന്നില്ല. ഇപ്പൊ മോദി പറഞ്ഞിരിക്കുന്നത് 50 രൂപ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് വിലയാകാമെന്നാണ്. നമ്മുടെ രാജ്യത്ത് ഇത്തരമൊരു പ്രക്രിയ നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നത് വിപണി ഇടപെടലാണ്. എങ്ങനെയാണ് വിപണി ഇടപെടലെന്ന്? ഒന്നാമത്തെ കാര്യം പൊതുവിതരണം ശക്തിപ്പെടുത്തുക. അവിടെയാണ് സർക്കാർ പറയുന്നത് നമ്മുടെ റേഷൻ കടകളെ ശക്തിപ്പെടുത്തി കഴിഞ്ഞു, വാതിൽപ്പടി സേവനത്തിലേക്ക് എത്തി. 2 സപ്ലൈകോയാണ്. ഇന്ത്യ ഗവൺമെന്റ് 2601 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് കഴിഞ്ഞ 5 കൊല്ലക്കാലത്ത് നെല്ലെടുത്ത് അങ്ങോട്ട് കൊടുത്തതിന്റെ കുടിശ്ശിക തരാറുള്ളത്. അത് കിട്ടിയാൽ ഇന്നത്തെ 10 ഇരട്ടി ശക്തിയോടെ സപ്ലൈകോ പ്രവർത്തിക്കില്ലേ? എന്നിട്ട് ഓണക്കാലത്ത് സപ്ലൈകോ കണ്ടില്ലേ? ഇത്തവണത്തെ ഓണം സപ്ലൈകോ തൂക്കി. അപ്പൊ നമ്മുടെ കേരളത്തിൽ പണപ്പെരുപ്പ് ഉണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത്, കൂലി ലഭിക്കുന്നത്. സ്വാഭാവികമായ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്, ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമല്ല. ഇതിന്റെ ഭാഗമായി ഉയർന്ന വില പല കാര്യങ്ങൾക്കും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ജനങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ അവർക്ക് ന്യായവിലയ്ക്ക് സാധനം എത്തിക്കാനുള്ള ബദൽ സംവിധാനമാണ് നമ്മുടെ കൺസ്യൂമർ ഫെഡും അതുപോലെ തന്നെ സപ്ലൈകോ പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഇടപെടൽ വിജയകരമാണെന്നാണ് ഇതുവരെ തെളിഞ്ഞിട്ടുള്ളത്. ശ്രീ അനിൽകുമാർ, ഒരുപക്ഷെ ഈ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ അടിയന്തര പ്രമേയം കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പ്രതിപക്ഷം അടിയന്തര പ്രമേയം വിവിധ വിഷയങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം പോലീസ് നടപടിയെക്കുറിച്ച്, രണ്ടാമത് ആരോഗ്യമേഖലയെക്കുറിച്ച്, ഇപ്പോൾ മൂന്നാമത് വിലക്കയറ്റം. ഈ 3 വിഷയങ്ങളും ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറാണെന്ന് സർക്കാർ അറിയിക്കുമ്പോൾ വളരെ കൃത്യമായി പൊതുജനത്തിന് വിലയിരുത്താനുള്ള അവസരം കൂടി വരികയാണ്. UDF സർക്കാരിൻ്റെ കാലത്തെ പോലീസ് നയം എന്തായിരുന്നു? UDF സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യമേഖല എങ്ങനെയായിരുന്നു? UDF സർക്കാരിൻ്റെ കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ എന്ത് നടപടികളാണ് കൈക്കൊണ്ടത്? വളരെ കൃത്യമായി പൊതുജനത്തിന് ബോധ്യപ്പെടാൻ ഇടയാക്കുന്നതാണ്. സർക്കാരിൻ്റെ ആ നീക്കവും വളരെ ശ്ലാഘനീയം തന്നെയാണ്. മാളത്തിലിരുന്ന AK ആന്റണി അവസാനം ഇന്നലെ പുറത്തു വന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയം നിർത്തിപ്പോയ AK ആന്റണി എങ്ങനെയാണ് ഇപ്പൊ ഇന്നലെ പുറത്തു വന്നത്? ആന്റണിക്ക് പുറത്ത് വരേണ്ടി വന്നത് അടിയന്തര പ്രമേയം കൊണ്ടാണ്. കേരളത്തിൽ കഴിഞ്ഞ 10-20 കൊല്ലത്തിനിടയിൽ നടന്ന വിവിധങ്ങളായ സംഭവങ്ങളെ കൂട്ടിക്കെട്ടി ഈ നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിലെ മാധ്യമങ്ങൾ ഫീച്ചറുകൾ പ്രസിദ്ധീകരിക്കുകയായിരുന്നു. അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഫീച്ചറുകളുടെ ബലത്തിൽ പത്രവാർത്ത വെച്ചിട്ട് അടിയന്തര പ്രമേയമായിട്ട് വന്നാൽ നിലനിൽക്കുമോ? മുഖ്യമന്ത്രി കണക്കറ്റ നിലയിൽ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞു കൊടുത്തില്ലേ? എന്താണ് പോലീസ്, എന്താണ് ബ്രിട്ടീഷ് പോലീസ്, എന്താണ് കോൺഗ്രസ് പോലീസ്? ഇന്നത്തെ പോലീസിൽ നമ്മൾ വരുത്തിയ മാറ്റം എന്താണ്?
ബോധ്യപ്പെടുന്ന വിധം ചൂണ്ടിക്കാട്ടിയില്ലേ? അവസാനം AK ആന്റണി തന്നെ വന്ന് കുറ്റസമ്മതം നടത്തിയപ്പോൾ മാറാട് വർഗീയ കലാപം ശിവഗിരിയിൽ എത്രത്തോളം നിന്ദ്യമായിട്ടാണ് പോലീസ് കൈകാര്യം ചെയ്തത്, അതിന് മറുഭാഗത്ത് ശബരിമലയിൽ എത്ര ശാന്തമായിട്ടാണ് LDF സർക്കാർ കൈകാര്യം ചെയ്യുന്നത്, ഇതെല്ലാം വിലയിരുത്താനുള്ള അവസരം കേരളത്തിന് കിട്ടി. അതുകൊണ്ട് മാളത്തിലിരുന്ന ആന്റണിയെ പുറത്തെത്തിച്ചതിൽ പ്രതിപക്ഷത്തിന് നന്ദി പറയാം. അതായത് കഴിഞ്ഞ ദിവസം ആന്റണി തന്നെ പറഞ്ഞത്, ഈ ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല, എനിക്ക് പറയാൻ അവസരമില്ല. പക്ഷേ ആന്റണി ഇന്നലെ ചില ചരിത്ര സത്യങ്ങൾ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള മാറാട് പോലെയുള്ള സംഭവങ്ങളെ, മുത്തങ്ങ പോലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ്, അതിൽ UDF സർക്കാരിന് വീഴ്ച പറ്റിയതെന്നാണ് ഒരു കുറ്റസമ്മതം ആന്റണി നടത്തി ശിവഗിരിയിൽ അടക്കം നടത്തിയ ഇടപെടലുകളിൽ വലിയ തരത്തിലുള്ള പശ്ചാത്താപം ഉണ്ടെന്ന് ആന്റണി പറയുകയും ചെയ്തു. ഒരുപക്ഷേ ഈ അടിയന്തര പ്രമേയങ്ങൾ കേരള ചരിത്രത്തിൽ തന്നെ, നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ചില ചരിത്ര വായനയ്ക്ക് കൂടിയുള്ള അവസരം ഒരുക്കുന്നു തന്നെ പറയേണ്ടി വരുന്നു. കൃത്യമായ വിലയിരുത്തൽ, ചരിത്രത്തെ ഓർമ്മപ്പെടുത്തൽ, അത് അനിൽകുമാർ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പ്രതിപക്ഷത്തിന് നന്ദി പറയാം. അതെ, അതില് ആന്റണി ചെയ്ത രണ്ട് പാതകങ്ങൾ ഞാൻ പറയാം. ഒന്ന്, മാറാട് സംഭവം ഉണ്ടാകുന്നു, ഒന്നാം മാറാട് സംഭവം ഉണ്ടാകുന്നു. ഒന്നാം മാറാട് സംഭവം ഉണ്ടാകുമ്പോൾ കൊല്ലപ്പെട്ടത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ്. അവർക്ക് ആ കേസിലെ കുറ്റവാളികളെ പിടികൂടാനോ ഫലപ്രദമായ നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല. അപ്പോൾ ആരാണോ മരിച്ചത് അവരുടെ ബന്ധുക്കൾ മാറാട് സംഭവത്തിന്റെ 1ാം വാർഷികത്തിൽ ഒരു പ്രതികാരം ചെയ്തു. പ്രതികാരം ചെയ്തപ്പോൾ കൊല്ലപ്പെട്ടത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട കുറെ മനുഷ്യരാണ്. രണ്ടു കൂട്ടരും നിരപരാധികളാണ്. അപ്പൊ ഒരു ഭാഗത്ത് ഇസ്ലാം മതവികാരം ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു കൂട്ടർ ശ്രമിച്ചു, മറുഭാഗത്ത് ഹിന്ദു മതവികാരം ഉയർത്തിപ്പിടിക്കാൻ RSS ശ്രമിച്ചു. മാറാട്ടേക്ക് RSS പോയത് നമ്മൾ കണ്ടില്ലേ? പ്രശ്നം എന്താണ്? ഒരു വർഗീയ കലാപത്തെ ഒഴിവാക്കാൻ വേണ്ടി ക്രിമിനൽ കുറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഫലപ്രദമായ നിയമ നടപടി സ്വീകരിക്കണം. പ്രധാനപ്പെട്ട ചോദ്യം, 1ാം മാറാട് കലാപം ഉണ്ടായതിലെ കുറ്റവാളികളെ ഫലപ്രദമായി പിടിച്ചിരുന്നെങ്കിൽ ആ പ്രതികളെ കൊല്ലാൻ വേണ്ടി 2ാം മാറാട് കലാപം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ എവിടെയാണ് തുടക്കം? എവിടെയാണ് ഇത് കൈകാര്യം ചെയ്തതിലെ പെശക്? ആന്റണി ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് ആന്റണിയുടെ ഉപബോധ മനസ്സിൽ കിടന്ന കുറ്റബോധത്തിന്റെ ഭാഗമായി ആന്റണി എന്ന് പറയുന്ന മനുഷ്യൻ ഹിന്ദുക്കളോടൊപ്പമാണ് താനെന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള അമിതോത്സാഹം നിറഞ്ഞ തെറ്റായ നടപടിയാണ് 2ാം മാറാട് സംഭവത്തിന് കാരണം. മാറാട് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ കാരണം ആന്റണിയാണ്, UDF ആണ്. അതിന്റെ ശുപാർശകൾ നടപ്പാക്കാതിരിക്കാൻ കാരണം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധമാണ്. ഒരു ഭാഗത്ത് ഇസ്ലാം വർഗീയതയെയും മറുഭാഗത്ത് ഹിന്ദു മത വർഗീയതയെയും വർഗീയാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുക എന്ന കോൺഗ്രസിന്റെ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്ന തന്ത്രം പൊളിഞ്ഞതിന്റെ ബഹിസ്ഫുരണമാണ് മാറാട്. ഇനി രണ്ടാമത് ശിവഗിരി നോക്കൂ. ശിവഗിരിയില് ഒരു മതനിരപേക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു കേരളത്തിനകത്ത് ഓരോ ആത്മീയ സങ്കേതങ്ങളും ഫലപ്രദമായി മതേതരമായി നിർവഹിക്കുക, അല്ലെ ആ മതവിശ്വാസികൾ മാത്രം കൈകാര്യം ചെയ്യുക. അതിൽ ശ്രീനാരായണ സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്ന ഇടമല്ലേ ശിവഗിരി? അത് കാവ്യ സന്യാസിമാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതല്ലേ യഥാർത്ഥ പ്രശ്നം? അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമമല്ലേ യഥാർത്ഥ പ്രശ്നം? അതിന്റെ ഭാഗമായി കാവ്യഭാഗം സന്യാസിമാർ RSSന്റെ കടന്നുകയറ്റത്തിന്റെ ഭാഗമായി അവിടെ അധികാരം പിടിക്കാൻ ശ്രമിച്ചതല്ലേ പ്രശ്നം? അതിൽ ആന്റണി സർക്കാർ ആരോടൊപ്പം നിന്നു? RSSന്റെ താല്പര്യത്തിന് കീഴ്പ്പെട്ടു പോയി. അതുകൊണ്ടാണ് ലാത്തിച്ചാർജ് അവിടെ ഉണ്ടായത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുമായിരുന്നത്? അപ്പൊ ഇവിടെ എല്ലാം ആന്റണി കുറ്റസമ്മതം നടത്തുമ്പോൾ വ്യക്തിപരമായ ആന്റണിയുടെ പരാജയമല്ല, UDF എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഹിന്ദു വർഗീയതയും മറുഭാഗത്ത് ഇസ്ലാം വർഗീയതയും മറ്റെല്ലാ വർഗീയതയും വാരിക്കൊണ്ടിരുന്ന UDFന്റെ മതരാഷ്ട്രീയത്തിന്റെ ചേരുവയ്ക്കുള്ള തിരിച്ചടിയാണ് ആന്റണിയുടെ ഈ ദയനീയമായ വിലാപം. ആന്റണിയുടെ വിലാപം UDFന്റെ പതനത്തോട് ചേർത്ത് വായിക്കണം. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ. ഏതായാലും 3ാം ദിവസവും പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാമെന്ന് സർക്കാർ സമ്മതിച്ചിരിക്കുന്നു. 3 ദിവസങ്ങളിലായി നടന്ന വിവിധ വിഷയങ്ങൾ, പോലീസ് നടപടികളെക്കുറിച്ച് അവതരിപ്പിച്ച അടിയന്തര പ്രമേയം, അതോടൊപ്പം തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് ആരോഗ്യ മേഖല തകർന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമടക്കം പൊളിഞ്ഞു വീണത് ഇന്നലെ കേരള സമൂഹം കണ്ടതാണ്. ഇപ്പോൾ വിലക്കയറ്റം, ഈ സാഹചര്യത്തിൽ വളരെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ഇടപെടലാണ് ഒരുപക്ഷെ ഒരു സംസ്ഥാന സർക്കാർ ഇത്തവണ നടത്തിയത്. ഒരു തരത്തിലും വിലക്കയറ്റത്തിന് അവസരം കൊടുക്കാതിരിക്കുകയും എല്ലാ തരത്തിലെയും പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നടത്തിയ ശ്രമങ്ങൾ എല്ലാം കേരള സമൂഹം കണ്ടതാണ്. ഇവിടെയാണ് വ്യാജ പ്രചരണവുമായി വീണ്ടും പ്രതിപക്ഷം എത്തിയിരിക്കുകയും ചെയ്യുന്നത്.